എല്ലാവർക്കും നമ്മുടെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഏതൊക്കെ പ്ലാന്റാണ് സെയിലിന് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് നോക്കാം. അതിന് മുന്നായി നമ്മൾ DTDC വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയും പ്ലാൻസുകൾ അയക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഓൺലൈൻ പേയ്മെൻറ്റാണ് വരുന്നത്. അപ്പോൾ പ്ലാൻസ് ആവശ്യമുള്ളവർ വേഗം തന്നെ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കാം. പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി നമുക്കുണ്ടാകത്തില്ല. നമ്മുടെ സ്ഥലം വരുന്നത് ട്രിവാൻഡ്രമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് സെയിലിനായിട്ടുള്ള ആദ്യത്തെ പ്ലാന്റ് ഇതായി കാണുന്ന വയലറ്റ് മെലസ്റ്റോമയുടെ തൈകളാണ്. അപ്പോൾ നല്ലൊരു പൂമരമായിട്ടൊക്കെ സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റുന്ന നല്ലൊരു ഫ്ലവറിംഗ് പ്ലാന്റാണ് മെലസ്റ്റോമ. ഈ വലിപ്പത്തിലുള്ള തൈകളാണ് ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് ഉള്ളത്. റേറ്റ് വരുന്നത് 40 രൂപയാണ് കേട്ടോ. നല്ല വെയിലുള്ള ഭാഗത്ത് സെറ്റ് ചെയ്ത് നല്ലതുപോലെ ഫ്ലവർ തരും. അധികം കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത നല്ലൊരു ഫ്ലവറിംഗ് പ്ലാന്റാണ് മെലസ്റ്റോമ. അടുത്തത് മുല്ലയുടെ വെറൈറ്റിയായ അറേബ്യൻ ജാസ്മിൻ്റെ തൈകളാണ്. അറേബ്യൻ ജാസ്മിൻ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നല്ല അടുക്ക് പൂക്കളായിരിക്കും, കട്ട പൂക്കളായിരിക്കും ഇതിലുണ്ടാകുന്നത്. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ്. റേറ്റ് വരുന്നത് 80 രൂപയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നു പോയതുകൊണ്ട് പ്രൂൺ ചെയ്തതാണ്. എന്നാലും നല്ല തളിരും പൂമൊട്ടുകളൊക്കെ വന്ന തൈകളാണ് കേട്ടോ. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. റേറ്റ് വരുന്നത് 80 രൂപ. അടുത്തതും ഫ്ലവറിംഗ് പ്ലാന്റ് ആണ്. നമ്മുടെ ഇക്സോറ അല്ലെങ്കിൽ തെച്ചിയാണ് കേട്ടോ. ഒരു ഓറഞ്ച് കളറാണ്. ഇതിലൊരു റെഡും കൂടി കാണുന്നുണ്ട്, പക്ഷേ നല്ല ഓറഞ്ച് കളറിലുള്ളതാണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. ഇതിന് റേറ്റ് വരുന്നത് 70 രൂപയാണ്. അധികം കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് ചട്ടികളിൽ നല്ല ബുഷായിട്ട് വളർത്തിയെടുക്കാം. അത്യാവശ്യം ഒത്തിരി സൂര്യപ്രകാശം കിട്ടിയാൽ മതി. ചാണകപ്പൊടിയും കൂടെ ആകുമ്പോൾ തന്നെ നല്ല രീതിയിൽ ഫ്ലവർ ഇട്ടോളും. ഇതാ തെച്ചിയുടെ തന്നെ വേറൊരു വെറൈറ്റിയാണ് കേട്ടോ. മിനിയേച്ചർ ടൈപ്പാണ്, എന്നാലും അത്യാവശ്യം നല്ല വലിപ്പമുള്ള തൈകളാണ്. 70 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതാണ് കേട്ടോ പ്ലാന്റ് സൈസ്. ഇതിന് 70 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ 2 കളർ മാത്രമേ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അടുത്ത പ്ലാന്റ് കലാത്തിയ ലൂട്ടിയാണ്. കലാത്തിയ ലൂട്ടി അറിയാലോ, അത്യാവശ്യം നമുക്ക് ബോർഡറായിട്ടൊക്കെ സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റുന്ന ഒരു ലീഫി പ്ലാന്റ് ആണ്. വെയിൽ അത്യാവശ്യം ഇഷ്ടപ്പെടുന്നൊരു ചെടി കൂടിയാണ്. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. റേറ്റ് വരുന്നത് 80 രൂപയാണ്. ചില പ്ലാന്റുകളിൽ 2 ഷൂട്ട് കാണും. ഇതാണ് വലിപ്പം വരുന്നത്. കലാത്തിയ ലൂട്ടിയുടെ തന്നെ റെഡ് കളറിൽ ലീഫോട് കൂടിയ പ്ലാന്റ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട്. ഇത് ഇത്തിരി കോസ്റ്റ്ലി പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ റേറ്റ് വരുന്നത് 160 രൂപയാണ്. ഈ കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ്. ഇതിൻ്റെ ലീഫിൻ്റെ അടിഭാഗത്തായിട്ട് നല്ല മെറൂൺ കളറായിരിക്കും. അപ്പോൾ ഇതാണ് കേട്ടോ പ്ലാന്റ് സൈസ്. പെട്ടെന്ന് തന്നെ ഒരുപാട് ഷൂട്ടുകളൊക്കെ ഉണ്ടാകും. അടുത്തത് ക്രീപ്പർ പ്ലാന്റായ മണിമുല്ലയുടെ തൈകളാണ് കേട്ടോ. ഇതൊരു സീസണൽ ഫ്ലവർ ആണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഇതിൽ ഫ്ലവർ കാണത്തുള്ളൂ. ഇതിൽ ഫ്ലവർ ഉണ്ടാകുന്ന സമയത്ത് നിറച്ച് ഫ്ലവേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ്. പ്ലാന്റ് സൈസ് വ്യക്തമായിട്ട് കണ്ടോളൂ. 40 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് അരേലിയുടെ വിഭാഗത്തിൽപ്പെടുന്നൊരു പ്ലാന്റാണ് കേട്ടോ. ബോർഡറായിട്ടൊക്കെ സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റും. നല്ല ഗോൾഡൻ ലീഫിലുള്ള ഈ പ്ലാന്റ് ഇവോഡി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് നമുക്ക് ചട്ടിയിൽ നല്ല ബുഷായിട്ട് വളർത്തിയെടുക്കാം. റേറ്റ് വരുന്നത് 35 രൂപയാണ്. പ്ലാന്റ് സൈസ് ഈ കാണിക്കുന്നതാണ്. അടുത്തത് ഫ്ലവറിംഗ് പ്ലാന്റായ സ്റ്റാർ ജാസ്മിൻ്റെ തൈകളാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ മൊട്ടുകൾ നല്ല പിങ്ക് ഷെയ്ഡിലായിരിക്കും, പക്ഷേ പൂക്കൾ വിരിയുമ്പോൾ നല്ല തൂവെള്ള നിറത്തിലായിരിക്കും. റേറ്റ് വരുന്നത് 60 രൂപയാണ്. ഇതാണ് പ്ലാന്റ് സൈസ്. അടുത്തത് മുല്ലയുടെ തന്നെ വെറൈറ്റിയായ വാട്ടർ ജാസ്മിൻ്റെ തൈകളാണ് കേട്ടോ. അപ്പോൾ വാട്ടർ ജാസ്മിൻ, നീർമണിമുല്ല, ക്ഷേത്രമണിമുല്ല എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ പ്ലാന്റ് സൈസ്. റേറ്റ് വരുന്നത് 70 രൂപയാണ്. വാട്ടർ ജാസ്മിൻ എന്ന് പറയുമ്പോൾ ചിലർക്ക് വെള്ളത്തിലാണോ വളർത്തേണ്ടതെന്ന് തോന്നും. അങ്ങനെയല്ല, നമ്മുടെ മണ്ണിൽ തന്നെയാണ് ഇത് റൂട്ട് പിടിപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ നിറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണ്. വെളുത്ത പൂക്കളായിരിക്കും. അടുത്തത് ക്രീപ്പർ പ്ലാന്റായ ഗോൾഡൻ കാസ്കേഡിൻ്റെ തൈകളാണ് കേട്ടോ. മഞ്ഞ കളറിലുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും. നിറച്ച് കുലകുലയായിട്ട് താഴേക്ക് തൂങ്ങി ഇറങ്ങുന്ന ഒരു ടൈപ്പാണ്. അപ്പോൾ ആവശ്യമുള്ളവർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. റേറ്റ് വരുന്നത് 90 രൂപയാണ്. നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ. അടുത്തത് മരമുല്ലയുടെ തൈകളാണ്. ഇത് ഹൈബ്രിഡ് വെറൈറ്റിയാണ്. ചട്ടിയിൽ നമുക്ക് ബുഷായിട്ട് വളർത്തിയെടുക്കാം. വെളുത്ത മനോഹരമായിട്ടുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും ഇതിലുണ്ടാകുന്നത്. ഇതാണ് കേട്ടോ പ്ലാന്റ് സൈസ് വരുന്നത്. റേറ്റ് വരുന്നത് 70 രൂപയാണ്. ഇതിൻ്റെ തന്നെ നാടൻ വെറൈറ്റി നമുക്ക് സ്റ്റോക്കുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നു പോകുന്ന ഒരു ടൈപ്പാണ്. വെളുത്ത പൂക്കൾ തന്നെയാണ് ഇതിലുണ്ടാകുന്നത്. നല്ല മണമുള്ള പൂക്കളായിരിക്കും. ഇതാണ് നാടൻ ടൈപ്പ്. റേറ്റ് വരുന്നത് 60 രൂപയാണ്. പ്ലാന്റ് സൈസ് തൈ കാണിക്കുന്നതാണ്. അടുത്തത് മുല്ലയുടെ തന്നെ വെറൈറ്റിയായ കല്യാണി മുല്ലയുടെ തൈകളാണ് കേട്ടോ. കല്യാണി മുല്ലയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നല്ല തൂവെള്ള നിറത്തിലുള്ള പൂക്കളായിരിക്കും. നിറച്ച് ബഞ്ചായിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാകുകയും ചെയ്യും. ഇതാണ് പ്ലാന്റ് സൈസ്. റേറ്റ് വരുന്നത് 60 രൂപയാണ്. അടുത്തതും ഫ്ലവറിംഗ് പ്ലാന്റായ നിക്കോഡിയയുടെ തൈകളാണ് കേട്ടോ. ലീഫ് ഇതുപോലെ നല്ല സിൽവർ കളറിലും അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലവർ നല്ല ഡാർക്ക് പിങ്ക് കളറിലും ആയിരിക്കും. പിന്നെ വളരെ കുറച്ച് വെള്ളം മതിയാവും. ഓവറായിട്ട് വെള്ളം ഒഴിച്ചാൽ ഇത് ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. റേറ്റ് വരുന്നത് 65 രൂപയാണ്.
അടുത്തത് നല്ലൊരു ഫ്ലവറിംഗ് പ്ലാന്റായ നീലക്കൊടുവേലിയുടെ തൈകളാണ്. നീലക്കൊടുവേലി എന്ന് പറയുമ്പോൾ നല്ല നീല കളറിലുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും, നിറച്ചുണ്ടാകുകയും ചെയ്യും. ചട്ടിയിൽ നമുക്ക് ബുഷായിട്ട് വളർത്തിയെടുക്കാം. സീസണൽ ഫ്ലവർ അല്ല, എപ്പോഴും ഫ്ലവർ തരുന്നൊരു ചെടിയാണ്. അതുപോലെ തന്നെ ചെറിയ കട്ടിങ്ങുകൾ വെച്ച് നമുക്ക് പുതിയ തൈകളൊക്കെ പിടിപ്പിച്ചെടുക്കാവുന്നതാണ്. അടുത്തത് കറിവേപ്പിൻ്റെ തൈകളാണ് കേട്ടോ. കറിവേപ്പിൻ്റെ തൈകൾ നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട്. ഈ കാണുന്നതാണ് പ്ലാന്റ് സൈസ്. ചിലതിലൊക്കെ 2-3 തൈകൾ കാണും. അപ്പോൾ അത്യാവശ്യം ഈ വലുപ്പത്തിലുള്ള തൈകളായിരിക്കും നമ്മൾ സെയിൽ ചെയ്യുന്നത്. റേറ്റ് വരുന്നത് 50 രൂപയാണ് കേട്ടോ. ആവശ്യക്കാർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ. അടുത്തത് ഫ്ലവറിംഗ് പ്ലാന്റായ ശ്രീലങ്കൻ മുല്ലയുടെ തൈകളാണ്. ഇതും മുല്ലയുടെ വെറൈറ്റിയിൽ വരുന്നതാണ്. നല്ല പൂക്കളാണ് കേട്ടോ. നല്ല മനോഹരമായിട്ടുള്ള പൂക്കളാണ് ഇതിലുണ്ടാകുന്നത്. സീസണൽ ഫ്ലവർ അല്ല, നല്ലൊരു കുറ്റിച്ചെടിയായിട്ട് വളർത്തിയെടുക്കാം. ഇനി ചട്ടിയിൽ വേണമെങ്കിൽ അങ്ങനെയും വളർത്തിയെടുക്കാൻ പറ്റും. പെട്ടെന്ന് പൊഴിഞ്ഞു പോകത്തില്ല, 2-3 ദിവസം ലാസ്റ്റ് ചെയ്യും. റേറ്റ് വരുന്നത് 60 രൂപയാണ്. അടുത്തത് ഫ്രൂട്ട് പ്ലാന്റായ ലൂബിക്കയുടെ തൈകളാണ് കേട്ടോ. അപ്പോൾ നെല്ലിയുടെ വിഭാഗത്തിൽ വരുന്ന ലൂബിയുടെ തൈകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട്. റെഡ് കളറിൽ ഫ്രൂട്ടാണ് ഉണ്ടാകുന്നത്. അച്ചാറൊക്കെ ഇടാൻ വേണ്ടി നല്ല ബെസ്റ്റ് ഫ്രൂട്ടാണ്. അപ്പോൾ റേറ്റ് വരുന്നത് 50 രൂപയാണ്. അടുത്തത് ഫ്ലവറിംഗ് പ്ലാന്റായ ഓറഞ്ച് ടെക്കോമയുടെ തൈകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട്. അപ്പോൾ പ്ലാന്റ് സൈസ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. സീസൺ ഇല്ലാതെ ഫ്ലവർ തരുന്ന ചെടിയാണ്. കുറ്റിച്ചെടിയായിട്ട് വളർത്തിയെടുക്കാം. നിലത്തും വയ്ക്കും, ചട്ടിയിലും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. ഒരുപാട് കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതാണ് പ്ലാന്റ് സൈസ്. റേറ്റ് വരുന്നത് 70 രൂപയാണ് കേട്ടോ. അടുത്തത് ഫ്രൂട്ട് പ്ലാന്റായ ലില്ലി പില്ലിയുടെ തൈകളാണ് കേട്ടോ. അപ്പോൾ ഫ്രൂട്ടിൻ്റെ പിക്ചർ നമ്മൾ സൈഡിലായിട്ട് കൊടുക്കുന്നുണ്ട്. ചട്ടിയിൽ ബുഷായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. ഈ കാണുന്നതാണ് പ്ലാന്റ് സൈസ്. റേറ്റ് വരുന്നത് 90 രൂപയാണ്. പുളിപ്പും മധുരവും കൂടി ചേർന്നൊരു ടേസ്റ്റാണ് ഇതിന് വരുന്നത്. നമുക്ക് ചട്ടിയിൽ വളർത്തിയെടുക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അടുത്തത് ഫ്ലവറിംഗ് പ്ലാന്റായ കുഫിയുടെ തൈകൾ നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട്. യെല്ലോ കളറിലുള്ള ഫ്ലവേഴ്സാണ് ഇതിലുണ്ടാകുന്നത്. അപ്പോൾ ഈ വലുപ്പത്തിലുള്ള ഫുൾ പോട്ടിന് റേറ്റ് വരുന്നത് 100 രൂപയാണ്. സീസണൽ ഫ്ലവർ അല്ല, എപ്പോഴും ഫ്ലവർ കാണും. കട്ടിങ് വെച്ചിട്ട് തന്നെ നമുക്ക് പുതിയ തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇതാണ് പ്ലാന്റ് സൈസ്. അടുത്തത് ഒരു മെഡിസിനൽ പ്ലാന്റായ മൗത്ത് വാഷ് പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ വായു ശുദ്ധീകരിക്കാൻ വേണ്ടി നല്ല ഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇതിൻ്റെ ലീഫുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് വായിലിട്ട് ചവയ്ക്കുമ്പോൾ നല്ല മസാലക്കൂട്ടിൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ വലിപ്പത്തിലുള്ള തൈകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട്. റേറ്റ് വരുന്നത് 80 രൂപയാണ്. അടുത്തത് പാം വെറൈറ്റിയാണ് കേട്ടോ. നമുക്ക് ഇൻഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ടേബിൾ പാമ്പിൻ്റെ തൈകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഫുൾ പോട്ടിന് റേറ്റ് വരുന്നത് 280 രൂപയാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ഷൂട്ടൊക്കെ ഉള്ള പ്ലാന്റാണ്. 280 രൂപയ്ക്ക് പ്ലാന്റ് വാങ്ങാൻ പറ്റാത്തവർ വിഷമിക്കേണ്ട. ചെറിയ പ്ലാന്റുകൾ നമുക്ക് സെയിലിനായിട്ടുണ്ട്. ഈ കാണുന്ന വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് 50 രൂപയാണ് കേട്ടോ. ഇതുപോലുള്ള 2 ഷൂട്ട് കാണും. അപ്പോൾ ഇത് ചെറുത് വേണ്ടവർക്ക് ചെറുത് വാങ്ങാം, ഇനി വലുത് വേണ്ടവർക്ക് അങ്ങനെയും വാങ്ങാവുന്നതാണ്. അടുത്തത് ചേഞ്ചിങ് റോസിൻ്റെ തൈകളാണ്. നല്ലൊരു ഫ്ലവറിംഗ് പ്ലാന്റാണ് ചേഞ്ചിങ് റോസ്. ഒരു ഫ്ലവർ തന്നെ 2 കളറിലേക്ക് ചേഞ്ച് ആകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ. ഇതാണ് പ്ലാന്റ് സൈസ്. റേറ്റ് വരുന്നത് 60 രൂപയാണ്. നല്ല ഹെൽത്തി തൈകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട്. അടുത്തത് ലീഫി പ്ലാന്റായ ഫിലോഡെൻഡ്രോൺ വെറൈറ്റിയിൽപ്പെട്ടതാണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. റേറ്റ് വരുന്നത് 80 രൂപയാണ് കേട്ടോ. ഈ കാണുന്നതാണ് പ്ലാന്റ് സൈസ്. ആവശ്യക്കാർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ. അടുത്തതും ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ്. ദന്തപാല, വെട്ടുപാല അല്ലെങ്കിൽ നീലപ്പാല എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന മെഡിസിനൽ പ്ലാന്റ് ആണ്. മെയിനായിട്ട് സോറിയാസിസ് രോഗമുള്ളവരാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ലീഫ് എണ്ണ കാച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ്. റേറ്റ് വരുന്നത് 70 രൂപയാണ്. ഈ പ്ലാന്റ് നമ്മൾ ഈ പാക്കറ്റോട് കൂടിയായിരിക്കും അയക്കുന്നത്. അടുത്തത് ഫ്രൂട്ട് പ്ലാന്റായ സീഡ് കാരക്കയുടെ തൈകൾ നമുക്ക് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. ഇത് സാധാരണ നാടൻ കാരക്കയല്ല, ഇത് മധുരം ഉള്ളതാണ്. ഹൈബ്രിഡ് വെറൈറ്റിയാണ്. അപ്പോൾ റേറ്റ് വരുന്നത് 100 രൂപയാണ് കേട്ടോ. ഇതാണ് പ്ലാന്റ് സൈസ്. അടുത്തതൊരു ലീഫി പ്ലാന്റ് ആണ്. അക്കാലിഫ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന പ്ലാന്റിൻ്റെ തൈകളാണ് കേട്ടോ. ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള ഫ്ലേവറോട് കൂടിയ തൈകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട്. റേറ്റ് വരുന്നത് 40 രൂപയാണ്. ഈ കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ്. അടുത്തത് ചെറുനാരകത്തിൻ്റെ തൈകൾ നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എയർ ലെയർ ചെയ്ത ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് 140 രൂപയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും പ്ലാൻസൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. കഴിഞ്ഞ സെയിൽ വീഡിയോയിൽ 2 പേർക്ക് നമ്മൾ റോസ് കോംബോ ഫ്രീ ആയിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെ വിന്നേഴ്സ് ആരാണെന്ന് നമുക്കിപ്പോൾ നോക്കാം. അപ്പോൾ ആദ്യത്തെ വിന്നറായിട്ട് വന്നിട്ടുള്ളത് പാച്ചു 786. ഇതാണ് ഫസ്റ്റ് വിന്നർ. സെക്കൻഡ് വിന്നറായിട്ട് വന്നിട്ടുള്ളത് ബട്ടർഫ്ലൈ KKD എന്ന് പറയുന്ന കമൻറ്റിനാണ്. മൂന്നാമത് ഒരാൾക്കും കൂടി നമ്മൾ ഫ്രീ പ്ലാന്റ് അയക്കുന്നുണ്ട്. ബിന്ദിയ പവനൻ എന്ന് പറയുന്ന മാഡമാണ് കേട്ടോ. ഇത് നമ്മുടെ വീഡിയോസിന്, അതായത് ഷോർട്ടായാലും ലോങ് വീഡിയോ ആയാലും നമുക്ക് സ്ഥിരമായിട്ട് കമൻറ്റ് കിട്ടുന്ന ഒരു മാഡമാണ്. അപ്പോൾ നിങ്ങൾ 3 പേരും നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. CC ഒന്നും വാങ്ങാതെ തികച്ചും ഫ്രീ ആയിട്ട് പ്ലാന്റ്സ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും. ഇനി കമൻറ്റ് ഇട്ടിട്ട് നിങ്ങൾക്ക് ഫ്രീ പ്ലാന്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട. ഈ മാസം ഒരു ഗീവ് അവേ കൂടി വരണുണ്ട്.
അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും പ്ലാന്റ്സൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും നന്ദി അറിയിക്കട്ടെ. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.